ഹലോ ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് തെരേസ് മാത്യു. സോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതാണ്. ക്ലീനിങ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്റ്റൽ ഷിഫ്റ്റിംഗ് വീഡിയോ ആട്ടോ ഇത്. അപ്പം പുതിയ ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ഷിഫ്റ്റിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ഇയർ ബ്ലോക്കിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് തേർഡ് ഇയറിൻ്റെ ബ്ലോക്കിലേക്ക് ഇപ്പോൾ മാറണം. സോ നമുക്ക് ഹോസ്റ്റൽ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ സെക്കൻഡ് ഇയറിൽ ഞങ്ങളുടെ ബ്ലോക്കിലുള്ള റൂമാണ്. അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ പോകുന്നത് നേരെ തേർഡ് ഇയർ അതായത് ഞങ്ങളുടെ മെയിൻ ബ്ലോക്കിലേക്കാണ്. സോ ഞങ്ങളത് കണ്ടില്ലേ, ആദ്യം റൂമൊക്കെ നമ്മൾ നേരത്തെ തന്നെ അലോട്ട് ചെയ്തായിരുന്നു. പിന്നെ അവിടത്തേക്ക് ഞങ്ങളുടെ കട്ടിലൊക്കെ പിടിച്ചിട്ടു. പിന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്ന പോക്കാണ് ഈ കണ്ടത്. ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ബ്ലോക്കിൽ നിന്ന് മെയിൻ ബ്ലോക്കിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. കുറേ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഈ കാണുന്നത് ഞങ്ങളുടെ മെയിൻ ബ്ലോക്കിലുള്ള സ്റ്റഡി ഹാളാട്ടോ. ഈ ടൈമിൽ ഹോസ്റ്റലിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ടേബിൾസ് എല്ലാം ഒന്നും അവിടെ ഇല്ല. എന്നാൽ ഇവിടെ ഇരുന്നാട്ടോ കൂടുതൽ ആൾക്കാരും പഠിക്കാറൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി പറയുവാണെങ്കിൽ പഴയ ബ്ലോക്കിൽ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു, അതായത് ഏറ്റവും മുകളിലത്തെ നില. ഇപ്പോൾ കിട്ടിയേക്കുന്ന മെയിൻ ബ്ലോക്കിലും ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറാണ്. അപ്പം കുറേ ദൂരം ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്നതല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാടായിട്ടുള്ളത്. ഞങ്ങളുടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരുന്നു. അവിടെ 2 നില കയറി ഇറങ്ങണം, ഇവിടെ 2 നില കയറി ഇറങ്ങണം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മോഡൽസിൻ്റെ ടൈമിലും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ 2 ദിവസത്തേക്കൊക്കെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഫുൾ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് തീർക്കേണ്ടി വന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുമ്പം ഞങ്ങളിപ്പം 6 പേർക്കുള്ള റൂമാണ് അലോട്ട് ചെയ്തത്. അപ്പം 6 കട്ടിലാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ 7 പേരായിട്ടാണ് നിൽക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ 6 കട്ടിലുണ്ട്, അത് 7 പേർക്കായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യും, അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ കട്ടിലിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഇതേപോലെ ഒന്നും അല്ല കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ ആക്കിയത്. എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് കുറേ തീരുമാനിച്ച അവസാനം ഞങ്ങളൊരു അറേഞ്ച്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടി. അതിൽ ഞങ്ങൾ ഓക്കെ ആയിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ടേബിൾസ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാനൊന്നും അത്യാവശ്യം അത്ര സ്ഥലമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കിടക്കാം, സംസാരിക്കാം, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ സാധനങ്ങളെല്ലാം കൂടെ ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും സ്ഥലം ഇല്ലാണ്ടായി പോയിട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ ഏകദേശം പൂർത്തിയാക്കി. പക്ഷേ ഏറ്റവും വലിയ ടാസ്ക് അതായിരുന്നില്ല. ഞങ്ങളുടെ സാധനങ്ങൾ അപ്പുറത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. അത് ആദ്യത്തെ ഒരു റൗണ്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ തളർന്നു പോയി. പിന്നെ കുറച്ച് കിടന്നിട്ട് അടുത്തത് കൊണ്ടുവന്ന് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിന് മുമ്പെല്ലാം തളർന്നു. ഇത്രയും സാധനം മാറ്റി, ഇനി കുറേ സാധനം മാറ്റാനുണ്ട്. കണ്ട് ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓരോ റൗണ്ട് സാധനം അവിടെ നിന്ന് എടുത്തിട്ട് വരിക, ഇവിടെ വന്ന് കിടക്കുക, അത് തന്നെയായിരുന്നു പണി. നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം കുറച്ച് 2 റൗണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കബോർഡ് എന്ന് പറയുന്നത്. 3 കബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ, 3. പിന്നെ ഞങ്ങൾ ടോട്ടൽ ഇവിടെ 6 കട്ടിലും 3 ടേബിളും കൊണ്ടിട്ടായിരുന്നു. പിന്നെ ഒരു 4-5 ചെയർ ഇട്ടു. അപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ സ്ഥലമെല്ലാം തീർന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ, അതായത് ബുക്സൊക്കെ അടുക്കി വെക്കുക, അതൊരു പണിയായിരുന്നു. കാരണം ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബുക്സൊക്കെ കുറച്ച് ഇപ്പോഴും ഉണ്ടായിരുന്നു കയ്യിൽ. അതൊക്കെ ഞങ്ങൾ മുകളിലത്തെ ഷെൽഫിലായിട്ടുമായിരുന്നു വെച്ചത്. കാരണം അതങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് അതൊക്കെ അടുക്കി വെച്ചു. പഴയ റൂമിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോൾ തന്നെ ഏകദേശം വെളുപ്പിനൊരു 12:30-1 മണിയോട് അടുപ്പിച്ച് തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അടുക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ പഴയ റൂം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അടുത്ത ബാച്ചസിന്. അപ്പം ജസ്റ്റ് അത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു വെളുപ്പിന് 2-2:30 ആ ടൈം ആയി കാണും. കാരണം പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾക്ക് വെക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കിപ്പോൾ മോഡൽസിന് ഇടയിൽ കൂടെ ആയിട്ടായിരുന്നു ഒരു 2 ദിവസത്തെ ലീവ് എങ്ങാണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ ഞങ്ങളിത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ മോഡൽസിന് പഠിക്കാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ ദിവസം എടി പിടിയെന്ന് പറഞ്ഞിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണി ആ ഒരു ടൈമിൽ തുടങ്ങിയതാണെന്ന് തോന്നുന്നു നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം വൃത്തിയാക്കി സാധനങ്ങൾ ഇപ്പോഴത്തെ റൂമിൽ കൊണ്ടുവന്ന് അതൊക്കെ അടുക്കി വെച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2:30
ഒക്കെ ആയി കാണും. വെളുപ്പിന് ഏകദേശം 1:45 ഞങ്ങൾ റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഓൾമോസ്റ്റ് ഒതുക്കി. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, അത് വാങ്ങാൻ പോവാം. അന്ന് നൈറ്റ് ഞങ്ങൾ MS കഫേന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് വിശക്കുന്നും ഉണ്ടായിരുന്നു. ഞാനെന്താ വെജ് സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ അവർ നൂഡിൽസും ചിക്കൻ സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേസ് ക്ഷീണിച്ചതിന് ശേഷം കഴിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് യു ക്യാൻ ഓൾസോ ഫോളോ മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം Theresmatthew01. സോ ബൈ ബൈ. റൂമൊക്കെ വൃത്തിയാക്കി കുളിച്ചു എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം 2:45 ആയി. അപ്പം ഹോസ്റ്റൽ ഷിഫ്റ്റിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ.